സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സാഗർ ആണെങ്കിലോ ബലരാമനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ബലരാമനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഫോണ് സ്വിച്ച് ഓഫ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് കാണുന്ന സുജുവിന് ഭയങ്കര സങ്കടമുണ്ട്. നമ്മുടെ മോനെ എന്താ വിളിച്ചാൽ കിട്ടാത്തത്, അവൻ എന്ത് പറ്റി, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കൃഷ് അവിടെ വന്ന് കയറുന്നുണ്ട് കേട്ടോ. മോനെ എങ്ങനെയാണ് ബലരാമനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല, ഞാനും തന്നെ ട്രൈ ചെയ്തിട്ട് ഏട്ടനെ കിട്ടാനായിട്ട് പോകുന്നില്ല അച്ഛാ, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ അവിടെ വരെ ഒന്ന് ചെല്ലട്ടെ, ആ സുമിത്രയെ ഒന്ന് കാണട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് സൂചിന് നമ്മുടെ മോൻ എന്ത് പറ്റിയെന്ന് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. ആ സമയത്ത് തന്നെ വീണ്ടും കൺമണി അലികയിലേക്ക് ജോയിൻ ചെയ്യട്ടെ. പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തന്നെ കയറുകയാണ്. ചുറ്റും ശത്രുക്കളാണെന്നൊക്കെ ദേവ് സാർ പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം, എപ്പോഴും ഒരു ശ്രദ്ധ എപ്പോഴും വേണമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീയെയും അതുപോലെ തന്നെ ബലരാമനേട്ടനെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേട്ടോ കൃഷ്. അങ്ങനെ ബലരാമൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അവിടെ ആരുമില്ല. അതിനുശേഷം തന്നെ സുമിത്ര അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. സുമിത്ര വരുമ്പോഴത്തേനും നീ എന്താടാ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഞാൻ എൻ്റെ ഏട്ടനെയും അതുപോലെ ഭാഗ്യശ്രീയും കാണാനായിട്ട് വന്നതാണ്, അവരെവിടെയും ചോദിക്കുന്നുണ്ട്. നിൻ്റെ ഏട്ടൻ എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലായിക്കോ, അവരെ നിങ്ങളാണ് ഒളിപ്പിച്ചതെങ്കിൽ ഞാൻ എന്തായാലും പുറത്ത് കൊണ്ടുവരും. കാരണം എൻ്റെ ഏട്ടൻ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. എത്ര പ്രശ്നമുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോൺ എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്, അതുമില്ല. പക്ഷെ നിങ്ങളുടെ കുബുദ്ധി എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിക്കോ, ഞാൻ നിങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ട് അവരെ കണ്ടുപിടിക്കാൻ എന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ കൃഷി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബലരാമിനെയും ഭാഗ്യശ്രീ തീർച്ചയായും അവർ കണ്ടെത്താനായിട്ട് ശ്രമിക്കും കേട്ടോ.